അലമാലകളാടി ഉലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. വെറും ക്ലീനിങ് അല്ല, നല്ല ഡീപ്പ് ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ ക്ലീനിങ്ങിന് നിന്നാൽ ഒരുപാട് ടൈം എടുക്കും അത് കഴിയുമ്പോഴത്തേന്. അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്ക് വിശക്കും. അപ്പോൾ ക്ലീനിങ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു നല്ല ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് ചായൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു ഭയങ്കര ചായ അഡിക്റ്റാണ്. എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ കുടിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല സ്ട്രോങ് ചായ. ഇത് ഹെൽത്തിനൊന്നും നല്ലതല്ല എന്നറിയാം, പക്ഷേ എനിക്ക് അങ്ങോട്ട് നിർത്താൻ കഴിയുന്നില്ല. ഒക്കെ സെറ്റാക്കണം, മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എത്ര വിചാരിച്ചാലും ആ ഒരു കുടിക്കുന്ന ടൈം ആകുമ്പോൾ എനിക്കൊരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചായൻ്റെ കാര്യം. ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാല് തിളച്ച് അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാനും പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. എല്ലാ കച്ചറകളും ഇതിലുണ്ട്. അപ്പോൾ ഇത് ആദ്യം സെറ്റാക്കി എടുക്കട്ടെ. എനിക്കിങ്ങനെ ടൈം ലാപ്സിൽ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. നല്ലൊരു ഫീലാണ് അത് കാണുമ്പോൾ. ആൻഡ് എൻ്റെ ടേബിൾ ഈ സൈഡിലല്ലായിരുന്നു, വേറൊരു കോർണറിലായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് ഒരു കംഫർട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അത് പഴയ പൊസിഷനിലോട്ട് തന്നെ മാറ്റി. പിന്നെ ഇതാണ് എൻ്റെ ഒരു ബോക്സ്. ഞാൻ കളറും അതുപോലെ തന്നെ പ്ലാനറും ജേർണലും സ്റ്റിക്കേഴ്സൊക്കെ വെക്കുന്ന ഒരു ബോക്സാണിത്. ആൻഡ് ഇതാണ് എൻ്റെ ജേർണൽ. ഇത് ഞാൻ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ ഒരു ഹാബിറ്റാണ്. മറ്റേ പിക്സൽ ആർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് നിർത്താൻ കഴിയുന്നില്ല. കണ്ടിന്യൂസ്ലി ഞാൻ ഒരുപാട് പേജിലായി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജങ്ക് ജേർണലിൽ മെയിനായിട്ട് വരുന്നത് ഈ സ്നാക്സ്, ലേസ്, അതുപോലെ തന്നെ ചോക്ലേറ്റ്, ഇതേ കാര്യമായിട്ടുണ്ടാവുള്ളൂ. വേറെ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് അതൊക്കെ വളരെ കുറവാണ്. മെയിനായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന സാധനത്തിൻ്റെതാണ് എൻ്റെ ജങ്ക് ജേർണലിൽ മെയിനായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇത് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ സെറ്റാക്കി വെക്കട്ടെ. ആൻഡ് ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്ത റെസിസ്റ്റൻറ്റ് ബാൻഡാണ്. ഹോം വർക്കൗട്ടിനൊക്കെ നല്ലതാണ് എന്നൊരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. 200 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് എമൗണ്ട് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനൊരു 1 ടൈം യൂസ് ചെയ്ത് നോക്കി ജസ്റ്റ്. പക്ഷേ എനിക്ക് സെറ്റായിട്ടില്ല. ഇനി ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ജസ്റ്റ് എങ്ങനെയാണിത് കറക്റ്റ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസിൽ ഏതിലെങ്കിലും ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം. ആൻഡ് ഇതാണ് ഇപ്പോൾ എൻ്റെ ബെഡിൻ്റെ അവസ്ഥ. ഇത് അത്യാവശ്യം ഒരുപാട് മടക്കി വെക്കാനുണ്ട്. മേക്കപ്പ് ഐറ്റംസും അല്ലാതെ വേറെ കുറേ ഡ്രസ്സുകളും അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഇതിപ്പോൾ ടൈം ലാപ്സിൽ കാണുമ്പോൾ വെറും സെക്കൻഡുകൾ കൊണ്ട് മടക്കി വെച്ച് കഴിഞ്ഞൊരു ഫീല്. എത്ര ടൈം എടുത്ത് മടക്കി വെച്ചു എന്ന് എനിക്കുള്ളൂ അറിയാം. ഇതാണ് മിററിൻ്റെ സൈഡത്തെ അവസ്ഥ. ഒരുപാട് സാധനങ്ങൾ നേരാക്കി വെക്കാണ്ട്. ഇത് നേരാക്കി വെക്കുന്നതിലും ടൈം എടുക്കുക. അത് എവിടെയൊക്കെ വെക്കണം, റീഅറേഞ്ച് ചെയ്യണോ, അത് ആദ്യം വെച്ച പോലെ തന്നെ വെച്ചാൽ മതിയോ, ഇതൊക്കെ ആലോചിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്തത് ഈ ഒരു കാര്യത്തിനാണ്. എത്ര ടൈമാണ് പോയതെന്ന് എനിക്ക് പോലും അറിയില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. അത്രയും ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത്. ആൻഡ് പിന്നെ ജ്വല്ലറി ഓർഗനൈസർ, ജ്വല്ലറി ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിങ്സും അതുപോലെ വാച്ചസൊക്കെ ഞാൻ ജസ്റ്റ് ഈ പെട്ടിയിലാണ് ഇട്ട് വെക്കൽ.
അപ്പോൾ കൂടുതൽ സ്ഥലവും വേണ്ട, എല്ലാം ഒന്ന് തന്നെ കറക്റ്റ് നിന്നോളും. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ ഇയറിങ്സും വാച്ചസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ഇങ്ങനെ നീറ്റായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇനി ബാത്റൂമിൻ്റെ ഒരു കോർണറും കൂടെയാണ് ശരിയാക്കാനുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബിഫോർ. ഇനി ആഫ്റ്റർ ഞാൻ ജസ്റ്റ് കുറച്ച് ലീവ്സും അതുപോലെ തന്നെ ഉള്ളത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഒരു ലീവ്സും വെച്ചു. ഇത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതാണിപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത്. ഒക്കെ ഒന്ന് നീറ്റായി കണ്ടപ്പോൾ ഒരു സമാധാനം, കിടക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട് കിടക്കാൻ ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ. ഏകദേശം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊന്നും കഴിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നൂഡിൽസും ഇത് മാഗിയാണ്, അതും അതുപോലെ തന്നെ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല, പാൽ ചായ ആയാലും കുഴപ്പമില്ല, ചായ ആയാൽ മതി, എന്നാൽ ഞാൻ എത്ര വേണമെങ്കിലും കുടിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. And thank you so much for watching this video. I will see you in the next video.